തിരുമല അനിലിന് ശേഷം ഒരു പ്രവർത്തകനെ കൂടി കൊലയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേരളത്തിലെ BJP RSS നേതൃത്വം. തിരുവനന്തപുരത്ത് അനിലിന്റെ വീടിനടുത്ത് തന്നെയാണ് അടുത്ത BJP പ്രവർത്തകനും ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടതിൽ മനം നൊന്താണ് തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത്. എന്നാൽ കേവലം ഒരു സ്ഥാനാർത്ഥി മോഹം മാത്രമല്ല ആനന്ദിന്റെ മരണത്തിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആനന്ദ് പറയുന്നത് ഇങ്ങനെ: ഞാൻ ആനന്ദ് കെ തമ്പി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള കാരണം തൃക്കണ്ണാപുരം വാർഡിലെ BJP ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSന്റെ നഗർ കാര്യവാഹ് രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയയാണ്. അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരു ആള് വേണം. അതിനു വേണ്ടിയിട്ടാണ് മണ്ണു മാഫിയക്കാരനായ വിനോദ് അഥവാ കുമാറിനെ BJP സ്ഥാനാർത്ഥിയാക്കിയത്. ഞാൻ എന്റെ 16 വയസ്സ് മുതൽ RSSന്റെ പ്രവർത്തകനാണ്. തുടർന്ന് MG കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ ഞാൻ RSSന്റെ മുഖ്യ ശിക്ഷയും കോളേജ് യൂണിയന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം RSSന്റെ പ്രചാരകനായി മുഴുവൻ സമയ പ്രവർത്തകനായി കോഴിക്കോട് കുന്നമംഗലം താലൂക്കിൽ പ്രവർത്തിച്ചു. അതിനുശേഷം തിരിച്ചുവന്ന് തിരുവനന്തപുരത്ത് RSS തൃക്കണ്ണാപുരം മണ്ഡൽ കാര്യവാഹ്, തിരുമല മണ്ഡലത്തിന്റെ ശാരീരിക പ്രമുഖ്, തിരുമല ഉപനഗരത്തിന്റെ ശാരീരിക പ്രമുഖ്, തിരുമല ഉപനഗരത്തിന്റെ സഹകാര്യവാഹ്, അങ്ങനെ വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ചു. BJP സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരത്ത് മത്സരിക്കുന്നതിന്റെ താല്പര്യം ഞാൻ RSSന്റെ ജില്ലാ കാര്യകർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മണ്ണു മാഫിയ സംഘം RSSന്റെയും BJPയുടെയും തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് BJP സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ RSS പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും മാനസികമായ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. എന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. എന്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല. പക്ഷേ BJP പ്രവർത്തകരെയും RSS പ്രവർത്തകരെയും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSSകാരനായി ജീവിച്ചിരുന്നു എന്നതാണ്. ഈ മരണത്തിന് തൊട്ടു മുൻപ് വരെയും ഞാനൊരു RSS പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത്. അതുതന്നെയാണ് എന്നെ ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും. ഇനിയും ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സമാനമായ കത്ത് തന്നെയാണ് മരിക്കുന്നതിന് മുമ്പ് തിരുമല അനിലും എഴുതിയത്. അതിലും BJP RSS നേതാക്കളുടെ സാമ്പത്തിക ബന്ധങ്ങളും മാഫിയ ബന്ധങ്ങളും സൂചിപ്പിച്ചിരുന്നു. ആഴ്ചകൾക്ക് മുൻപാണ് BJPയുടെ സംസ്ഥാന നേതാവ് MS കുമാറും FBയിൽ പോസ്റ്റ് ഇട്ടത്. BJP നേതാക്കളും പ്രവർത്തകരും വായ്പയെടുത്ത് പ്രതിസന്ധിയിലാക്കിയ സഹകരണ സ്ഥാപനത്തിന്റെ തകർച്ചയായിരുന്നു കുമാറിനെ ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയത്. വായ്പയെടുത്ത നേതാക്കളുടെ പേര് വിവരം തന്നെ പുറത്തുവിടുമെന്നും MS കുമാർ പറഞ്ഞിരുന്നു. എന്നാൽ തിരുമല അനിലിനെ എന്നതുപോലെ MS കുമാറിനെയും തള്ളി പറയുകയാണ് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ചെയ്തത്. ഇപ്പോൾ ആനന്ദ് കെ തമ്പിയുടെ മരണത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ പോലും ചാനലുകളിൽ BJP നേതാക്കൾ പ്രതികരിച്ചത് നോക്കൂ. ആനന്ദിനെ അറിയില്ലെന്ന് VV രാജേഷ്, സ്ഥാനാർത്ഥിയായി ആനന്ദിനെ പരിഗണിച്ചിരുന്നില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ. ഇനി നാളെ ആനന്ദ് കെ തമ്പി എന്നൊരാൾ ജീവിച്ചിരുന്നിട്ട് പോലുമില്ല എന്ന് വേണമെങ്കിലും ഇവർ പറഞ്ഞാൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. ആനന്ദ് ആത്മഹത്യാക്കുറിപ്പിൽ അവസാനം എഴുതിയ ഈ വാചകം എല്ലാ RSSകാർക്കുമുള്ള മുന്നറിയിപ്പാണ്. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSSകാരനായി ജീവിച്ചു എന്നതാണ്.